ഓക്കെ, സോ കുട്ടിച്ചാത്തൻ ഫോൺസിന്റെ സമയമാണെന്ന് തോന്നുന്നു. കാരണം വിവോയും അവരുടെ പുതിയ കുട്ടിച്ചാത്തൻ ഫോൺ ഇറക്കിയിട്ടുണ്ട്. അതാണ് വിവോ X200 FE. ഇതാണ് അതിന്റെ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഫോൺ ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള മാച്ചിങ് കളറിൽ വരുന്ന കേസാണ്. ഡോക്യുമെന്റ്സ്, ഫാസ്റ്റ് ചാർജർ ആൻഡ് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ. കോമ്പാക്ട് ഫോൺസിന്റെ ഒരു ഇൻഹാൻഡ് ഫീൽ ഉണ്ടല്ലോ, അതൊരു വേറെ വൈബാണ്. അതായത് വലിയ സൈസ് ഉള്ള ഒരു ഫോണിൽ നിന്ന് ഒരു കോമ്പാക്ട് ഫോണിലേക്ക് മാറുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ഒരു സ്പെഷ്യൽ ഇൻഹാൻഡ് ഫീൽ. അത് അടിപൊളിയാണ്. ഈ X200 FE ല്യൂക്സ് ഗ്രേ, ആംബർ യെല്ലോ ആൻഡ് ഫ്രോസ്റ്റ് ബ്ലൂ എന്ന ഈ 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ളതാണ് ആംബർ യെല്ലോ. ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് തന്നിരിക്കുന്നത്. നല്ല സ്മൂത്ത് മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഈ സ്മഡ്ജസ് കാര്യങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. ചുറ്റുമുള്ള ഫ്രെയിം മെറ്റൽ ആണ്. ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസിന്റെ ബിൽഡാണ് തന്നിരിക്കുന്നത്. സോ ഗ്ലാസ് മെറ്റൽ സാൻഡ്വിച്ച് ഡിസൈനിലാണ് വരുന്നത്. 7.9 mm ആണ് തിക്നെസ് ആൻഡ് 186 ഗ്രാം മാത്രമാണ് വെയിറ്റ്. മാത്രം എന്നെടുത്ത് പറയാനുള്ള കാരണം ഇതിൽ കൊടുത്തിരിക്കുന്ന ബാറ്ററിയാണ്. അതിലേക്ക് ഞാൻ വരാം. അതായത് ചെറിയ ഫോൺ ആയതുകൊണ്ട് ബാറ്ററി സൈസ് കുറവായിരിക്കും എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ ആ സംശയം ഞാൻ ബാറ്ററി സെഗ്മെന്റിൽ മാറ്റിത്തരാം. ഫോണിന്റെ ബാക്കിൽ ഈ കാണുന്ന ഓവൽ ഷേപ്ഡ് ക്യാമറ മോഡിലാണ് വരുന്നത്. മിനിമം ബ്രാൻഡിംഗ് ആണ്, വിവോയുടെ ബ്രാൻഡിംഗ് ഉണ്ട്. പിന്നെ സയസുമായിട്ടുള്ള കൊളാബറേഷനിൽ വരുന്ന ക്യാമറയാണ്. സോ സയസിന്റെ ലോഗോ വരുന്നുണ്ട്. ഫോണിന്റെ റൈറ്റ് സൈഡിലാണ് വോളിയം റോക്കർ ആൻഡ് പവർ ബട്ടൺ. മേളിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്സ് ഉണ്ട്. ലെഫ്റ്റിൽ കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ്. താഴെ നോക്കുകയാണെങ്കിൽ സിം ട്രേ ഉണ്ട്. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. മൈക്ക്, USB Type-C പോർട്ട് ആൻഡ് ബോട്ടം ഫയറിംഗ് സ്പീക്കർ സ്ലോട്ട്. സോ IR ബ്ലാസ്റ്റർ ഇല്ലേ എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ട്. അതൊക്കെ ഉണ്ട്. ടോപ്പിലല്ല, അത് ഇവിടെ ക്യാമറ മോഡലിന്റെ ഉള്ളിലാണ് തന്നിരിക്കുന്നത്. സോ നിങ്ങൾ അത് യൂസ് ചെയ്യുമ്പോൾ അത് എങ്ങനെ പിടിച്ചുകൊണ്ട് വേണം യൂസ് ചെയ്യാൻ. അതിനു വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്ലാറ്റ് ഫ്രെയിം ഉള്ള ബോക്സി ഡിസൈൻ, നല്ല കർവ്ഡ് കോർണേഴ്സ്, പിന്നെ കോമ്പാക്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. അതിനോടൊപ്പം തന്നെ IP68 ആൻഡ് IP69 സർട്ടിഫൈഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളത്തിൽ മുക്കിയൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ മിലിറ്ററി ഗ്രേഡ് ഡ്രോപ്പ് റെസിസ്റ്റന്റ് സർട്ടിഫൈഡ് ബിൽഡിലാണ് വരുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണ് പോയാലും കുഴപ്പമൊന്നുമില്ല. എറിഞ്ഞ് കളിക്കരുത്, വെള്ളത്തിൽ മുക്കി കളിക്കരുത്. ഓക്കെ, അറിയാതെ സംഭവിച്ചു പോയാൽ സേഫ് ആയിരിക്കാൻ വേണ്ടിയുള്ള സർട്ടിഫിക്കേഷൻസ് ആണ് ഇതൊക്കെ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് മിസ് ആവാതിരിക്കാൻ വേണ്ടിയാണ് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. 6.31 ഇഞ്ച് സൈസ് ഉള്ള 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന 1.5K റെസൊല്യൂഷൻ ഉള്ള POLED സയസ് മാസ്റ്റർ കളർ ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഇതിലുള്ള കളർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കളർ കാലിബ്രേഷൻ, അതിലും സയസിന്റെ എന്തെങ്കിലുമൊക്കെ ടച്ച് ഉണ്ടാവും. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. പിന്നെ ചുറ്റുമുള്ള ബെസൽസ് കണ്ടില്ല, നല്ല സ്ലിം യൂണിഫോം ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് ഫോർ ഷ്യൂർ. നല്ല കളർ കാലിബ്രേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്കോട്ട് സെൻസേഷൻ കോറിന്റെ പ്രൊട്ടക്ഷൻ ആണ് തന്നിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയും ഡ്രോപ്പ് റെസിസ്റ്റന്റ് ആണ്. ആൻഡ് യെസ്, ഔട്ട് ഓഫ് ദ ബോക്സ് സ്ക്രീൻ പ്രൊട്ടക്ടറുമായാണ് വരുന്നത്. നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. അതായത് ഞാൻ ആക്ച്വലി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി ഔട്ട്ഡോർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. 1800 നിറ്റ്സ് ആണ് HBM ബ്രൈറ്റ്നസ്. പിന്നെ 5000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. HDR10+ സർട്ടിഫൈഡ് ഡിസ്പ്ലേ ആണ്. നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് HDR വീഡിയോസ് കാണാൻ പറ്റും, നോ പ്രോബ്ലം. 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ നല്ലോണം തന്നെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. സ്വല്പം മ്യൂസിക് കേൾക്കാം. കോമ്പാക്ട് സൈസ് ഉള്ള ഒരു ഫോണായിട്ടും സ്പീക്കർ പെർഫോമൻസ് ഇസ് വെരി വെരി നൈസ് ആക്ച്വലി. നല്ല റിച്ച് സൗണ്ട് ആണ് തരുന്നത്. അങ്ങനെ ഭയങ്കര വോളിയം ഇല്ല, പക്ഷെ വരുന്ന സൗണ്ട് ഇസ് വെരി നൈസ്. MediaTekന്റെ Dimensity 9300+ ആണ് ഇതിലുള്ള ചിപ്സെറ്റ്. 12GB 256GB ആൻഡ് 16GB 512GB ആണ് 2 റാം സ്റ്റോറേജ് വേരിയൻസ്. LPDDR5X റാം ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജ് UFS 3.1 ആണ്. ഈ ഫോൺ വരുന്ന പ്രൈസിൽ തീർച്ചയായിട്ടും വിവോന് വേണമെങ്കിൽ UFS 4.0 കൊടുക്കാമായിരുന്നു ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ. എന്നാൽ നോർമൽ പെർഫോമൻസിൽ അങ്ങനെ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഓക്കെ, നല്ല സ്മൂത്ത് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. 1.9 മില്യൺ ടു 2 മില്യൺ വരെയുള്ള AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. 85% ആണ് ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റി. സോ ഇതിലുള്ള റാം സ്റ്റോറേജ് ആണെങ്കിലും ചിപ്സെറ്റ് ആണെങ്കിലും വിവോ നല്ലോണം തന്നെ ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അതായത് Dimensity 9300+ ചിപ്സെറ്റ് നല്ല സോളിഡ് പെർഫോമൻസ് തരുന്ന ചിപ്സെറ്റ് ആണ്. ഈ പ്രൈസിൽ ഏറ്റവും മികച്ചതല്ല, സ്റ്റിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ചിപ്സെറ്റ്. BGMI 90 FPS വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോൾ ഓഫ് ഡ്യൂട്ടിയിൽ 120 FPS വരെയാണ് അൺലോക്ഡ് ആയിട്ട് കിട്ടുന്നത്. എന്റെ ഇനീഷ്യൽ യൂസിൽ നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ആണ് കിട്ടിയത്. നല്ല സ്മൂത്ത് സ്റ്റേബിൾ FPS ആണ് കിട്ടുന്നത്. ഗെൻഷൻ ഇമ്പാക്റ്റിൽ ഞാൻ 60 FPS ഇട്ട് കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഹീറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും നമ്മൾ കുറേ നേരം കുത്തിയിരുന്ന് കളിക്കുമ്പോൾ ചെറിയൊരു വാംത്ത് എന്തായാലും വരും. ഞാൻ ആക്ച്വലി ഹീറ്റിംഗ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 3-4 തവണ അടുപ്പിച്ച് AnTuTu റൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. മാക്സിമം 40-42 ഡിഗ്രി വരെ പോകുന്നുള്ളൂ, അതിന്റെ മുകളിലേക്ക് പോകുന്നില്ല. പിന്നെ ഓവർ ഹീറ്റിംഗ് തടയാൻ വേണ്ടി, അതായത് എക്സ്ട്രീം സിറ്റുവേഷനിൽ ഓവർ ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടി ഇതിന്റെ അകത്ത് അത്യാവശ്യം വലിയ സൈസുള്ള വേപ്പർ ചേമ്പർ കൂളിംഗ് സംവിധാനം ഒക്കെ വിവോ ഇട്ട് തന്നിട്ടുണ്ട്. പക്ഷേ എനിവേ നോർമൽ യൂസിൽ, അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ
അങ്ങനെ അനാവശ്യമായുള്ള ഹീറ്റിംഗ് അങ്ങനത്തെ സംഭവം ഒന്നും ഞാൻ എൻ്റെ ഇനീഷ്യൽ യൂസിൽ നോട്ടീസ് ചെയ്തില്ല. ഒരു കോമ്പാക്ട് ഫോൺ ആണെങ്കിലും വിവോ ഇതിൻ്റെ അകത്ത് 6500 mAh ഒരു മഹായമണ്ടൻ ബാറ്ററിയാണ് ഫിറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഓക്കെ, ഈസിലി 1.5 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. നോർമലി വിവോ ഐക്യു ഫോൺസിന്റെ ബാറ്ററി ഓപ്റ്റിമൈസേഷൻ നല്ലതായിരിക്കും. ഈ ഫോണിന്റെ ഇൻഡെപ്ത് ബാറ്ററി ടെസ്റ്റ് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല, ഒരു റഫ് യൂസേജിലാണ് പറഞ്ഞത്. അതായത് ഈസിലി 1.5 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. റിവ്യൂ വീഡിയോ ഞാൻ ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞുതരാം, ഗെയിമിംഗ്, ബാറ്ററി കാര്യങ്ങളൊക്കെ. എനിവേ 6500 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് എനിക്കൊരു ഉറപ്പ് തരാൻ പറ്റും, ഈസിലി മോർ ദാൻ 1 day ബാറ്ററി ബാക്കപ്പ് കിട്ടും. പിന്നെ 90 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബോക്സിൽ ചാർജറൊക്കെ വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി നൈസ്. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS 15 ആണ് വരുന്നത്. വിവോ ഈ ഒരു ഫോണിൽ 4 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റിനെ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി വെരി നൈസ്. പിന്നെ ആനിമേഷൻസ് കാര്യങ്ങളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അതായത് ഇനീഷ്യൽ യൂസിൽ അങ്ങനെ ബഗ്സും ലാഗും ജിറ്റേഴ്സ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. പിന്നെ ഇത്തവണ ഈ അൺനെസസറി ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസ് ഒന്നും വരുന്നില്ല. ഈവൻ ഈ ചവർ ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ അതും കൊടുത്തിട്ടില്ല. യെസ്, നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ ലിങ്ക്ഡിൻ, ഫോൺ പേ, ഫേസ്ബുക്ക്, ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, വേണമെങ്കിൽ എടുത്ത് കളയാം. നമ്മൾ ചെയ്യുന്ന ഫോൺ കോളുകൾ ട്രാൻസ്ലേറ്റും പിന്നെ അത് സമറൈസ് ചെയ്ത് തരുന്ന സ്മാർട്ട് കോൾ അസിസ്റ്റന്റ് ഫീച്ചർ വരുന്നുണ്ട്. സർക്കിൾ ടു സെർച്ച് ഉണ്ട്, AI നോട്ട് ടേക്കിംഗ്, AI ടെക്സ്റ്റ് എഡിറ്ററിന്റെ ഫീച്ചർ, അതായത് ടെക്സ്റ്റ് നമുക്ക് ഇഷ്ടമനുസരിച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ കാണുന്ന സ്മാർട്ട് സൈഡ് ബാർ ഉണ്ടല്ലോ, അവിടെയുള്ള ഈ AI ക്യാപ്ഷൻസ് ഫീച്ചർ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ക്യാപ്ഷൻ ഇത് ജനറേറ്റ് ചെയ്ത് തരും. പിന്നെ ഈ കാണുന്ന സ്ക്രീൻ ട്രാൻസ്ലേഷൻ ഫീച്ചർ ഉപയോഗിച്ച് അറിയാലോ സ്ക്രീനിലുള്ള കാര്യങ്ങൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ലേറ്റസ്റ്റ് Wi-Fi 7 ആൻഡ് ബ്ലൂടൂത്ത് 5.4 ഉണ്ട്. NFC-ക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 20 5G ബാൻഡ്സിന് വേണ്ടിയുള്ള സപ്പോർട്ട് ഉണ്ട്. സോ 5G കണക്ടിവിറ്റി, സ്പീഡ് കാര്യങ്ങളൊക്കെ പക്കയാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഹാപ്റ്റിക്സ് തന്നിട്ടുണ്ട്. സോ നിങ്ങൾ ടൈപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഹാപ്റ്റിക് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. 50 മെഗാപിക്സൽ സോണി IMX921 ക്യാമറയാണ് മെയിൻ ക്യാമറ, OS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 മെഗാപിക്സൽ സോണി IMX82 സെൻസർ ഉള്ള 3x പെരിസ്കോപ്പ് ക്യാമറയും ഈ ഫോണിൽ വരുന്നുണ്ട്, അതും OS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ക്യാമറയാണ് 8 മെഗാപിക്സൽ അൾട്രാ വൈഡ്. ഫ്രണ്ടിൽ ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് ചെയ്യുന്ന 50 മെഗാപിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. വിവോയുടെ X സീരീസിലുള്ള ഒരു ഫോണാണ്. സോ ക്യാമറ നല്ലതാണ് എന്ന് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, നല്ല ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഞാൻ പല ലൈറ്റിംഗ് കണ്ടീഷൻസിലും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സെൽഫി ക്യാമറ ഈസ് വെരി ഇംപ്രസീവ്. പ്രത്യേകിച്ചും ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് ചെയ്യുന്ന 50 മെഗാപിക്സൽ സെൽഫി ക്യാമറ ആയതുകൊണ്ട് നല്ല ക്രിസ്പ്, നല്ല ഷാർപ്പ് സെൽഫി ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. ഈവൻ നമ്മുടെ ഫേസിന്റെ ബാക്കിൽ ലൈറ്റ് ഉണ്ടെങ്കിലും ഫേസ് നല്ലോണം എക്സ്പോസ്ഡ് ആണ്. പിന്നെ പോർട്രേറ്റ് ഫോട്ടോസിലുള്ള എഡ്ജ് ഡിറ്റക്ഷൻ, ബ്ലർ കാര്യങ്ങളൊക്കെ നല്ലതാണ്. മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് ഒരു ടിപ്പിക്കൽ വിവോ പ്രോസസ്സിംഗ് ആണ്. അതായത് നല്ല വാം ടോൺ ഉള്ള നല്ല കളർഫുൾ സോഷ്യൽ മീഡിയ ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ഹ്യൂമൻ സബ്ജക്റ്റിന്റെ ഫോട്ടോസിൽ നല്ല സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് 23mm, 35mm, 50mm, 85mm ആൻഡ് ഈവൻ 100mm വരെയുള്ള പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഒന്നുകൂടെ കാണിച്ചു തരാം. 23mm, 35mm, 50mm, 85mm ആൻഡ് 100mm. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സൈസുമായിട്ടുള്ള കൊളാബറേഷനുള്ള ടെലിഫോട്ടോ ക്യാമറ ആയതുകൊണ്ട് സൈസ് മൾട്ടി ഫോക്കൽ പോർട്രേറ്റ് ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഈ കാണുന്ന സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി മോഡും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ കാണുന്ന പല ഫോക്കൽ ലെങ്തിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും. പ്ലസ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കാണുന്ന ടെക്സ്ചേർഡ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, വിവിഡ്, നാച്ചുറൽ കളർ ടോൺസിലും ഫോട്ടോസ് എടുക്കാം. ഞാൻ ചില നൈറ്റ് ഫോട്ടോസും എടുത്ത് നോക്കിയിരുന്നു. നല്ലൊരു ഔട്ടാണ് കിട്ടുന്നത്. പിന്നെ നോർമൽ സൂം നോക്കുകയാണെങ്കിൽ 1x, 2x, 3x, 10x ആൻഡ് ഈവൻ 100x വരെ നമുക്ക് സൂം ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ കാണിച്ചു തരാം. 1x, 2x, 3x, 10x ആൻഡ് 100x. 10x വരെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ഉള്ള സൂം ഫോട്ടോസ് ആണ് എടുത്തിരുന്നത്. നമുക്ക് ഈസിലി യൂസ് ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയയിലൊക്കെ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അൾട്രാവൈഡ് ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസിന്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഈവൻ ഡൈനാമിക് റേഞ്ച്, ആ സ്കൈ ഒക്കെ കണ്ടില്ലേ, ഡൈനാമിക് റേഞ്ച് ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ആയതുകൊണ്ട് ഡീറ്റെയിൽസ് കുറവാണ്. അതായത് നമ്മൾ മെയിൻ ക്യാമറ വെച്ച് എടുത്തിരിക്കുന്ന ഫോട്ടോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഡീറ്റെയിൽസ് കുറവാണ്. പക്ഷേ കളേഴ്സും കാര്യങ്ങളൊക്കെ ഡീസൻ്റ് രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നോർമലി വിവോ ഫോൺസിൽ വരുന്ന ആ ഒരു ഓറ ലൈറ്റ് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതിന്റെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കളർ ടോൺ മാറ്റാൻ പറ്റും, കൂളാക്കാം, വാം ആക്കാം, അല്ലെങ്കിൽ ഓട്ടോ മോഡിൽ ഇട്ട് വെക്കാം. സോ നല്ല ഇരുട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ ഈ ലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ മെയിൻ ക്യാമറ വെച്ച് നമുക്ക് മാക്സിമം 4K 60 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് സാമ്പിൾസ്. വീഡിയോസ് നല്ലതാണ്, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 4K 60 FPS തന്നെ സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ കുലുക്കമില്ലാത്ത 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സ്കിൻ ടോൺ കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എനിക്ക് തോന്നി. സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ ഇവിടെയും 4K 60 FPS വരെയുള്ള വീഡിയോസ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല 4K 60 FPSലും ഈവൻ 4K 30 FPSലും വിവോ സ്റ്റെബിലൈസേഷൻ തന്നിട്ടില്ല. സോ നിങ്ങളുടെ കയ്യിൽ ജിംബലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള 4K 60 FPS വീഡിയോസ് എടുക്കാൻ പറ്റും. ജിംബൽ ഇല്ലെങ്കിൽ ആ സ്റ്റഡി ഫേസ് അല്ലെങ്കിൽ ഫേസ് സ്റ്റഡി ഫീച്ചർ ഉണ്ടല്ലോ, അത് എനേബിൾ ചെയ്താൽ പിന്നെ കുറച്ചും കൂടി സ്റ്റേബിൾ വീഡിയോസ് കിട്ടും. പക്ഷേ അത് 1080p റെസൊല്യൂഷനിലാണ്. AI മാജിക് മൂവിന്റെ ഫീച്ചർ ഉണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ സബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പ്ലേസ് ചെയ്യാൻ പറ്റും. AI ഇമേജ് എക്സ്പാൻഡർ ഉണ്ട്.
AI ഇറേസർ, റിഫ്ലക്ഷൻസ് എടുത്ത് മാറ്റി തരുന്ന AI റിഫ്ലക്ഷൻ ഇറേസർ, AI ഫോട്ടോ എൻഹാൻസർ, ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ഇതിന്റെ ഗാലറി ആപ്ലിക്കേഷനിലുണ്ട്. ഈ Vivo X200FE സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 54,999 രൂപ. പിന്നെ കൂടെ ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട്. അതായത് ബാങ്ക് ഡിസ്കൗണ്ട് ഉണ്ട്, EMI ഓഫേഴ്സ്, അപ്ഗ്രേഡ് ഓഫർ, എക്സ്റ്റൻഡഡ് വാറന്റി, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യാം, ചെക്ക്ഔട്ട് ചെയ്യുക. അതായത് ഞാനിപ്പോൾ മെൻഷൻ ചെയ്ത പ്രൈസിന്റെ മേളിലായിരിക്കും ഈ പറഞ്ഞ ഓഫേഴ്സ് ഒക്കെ വരുന്നത്. സോ ഒരു കോമ്പാക്ട് ഫോണിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറയാൻ പറ്റും. സോ ആ ഒരു കോമ്പാക്ട് ഫോം ഫാക്ടർ ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം പവർഫുൾ ചിപ്സെറ്റ് ഉണ്ട്, നല്ല ക്യാമറ പെർഫോമൻസ് തരുന്നുണ്ട്, വലിയ ബാറ്ററി ഉള്ളതുകൊണ്ട് നീണ്ട ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ എല്ലാം ഉണ്ട് ആക്ച്വലി. സോ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കോമ്പാക്ട് സൈസ് ഉള്ള ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യാം ഈ X200FE. ബാക്കി ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് ഡിഫറെൻറ്റ് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ബൈ.